ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ഉൽപ്പത്തി പുസ്തകം എന്ന വിഷയത്തിൻ്റെ 4-ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിച്ച് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം, സഹകരണം, പ്രാർത്ഥനയുടെ പിൻബലം എന്നിവയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നിങ്ങളോട് നന്ദി പറയുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ സെക്ഷനുകളിൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വരെ നമ്മൾ വായിപ്പാനിടയായി തീർന്നു. നാം ഇന്ന് 7-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിച്ചു പോവുകയാണ്. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചു നിന്നാൽ നീയും സർവ്വകുടുംബവുമായി പെട്ടതിൽ കടക്ക, ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. നോഹ എന്ന വ്യക്തി ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ചിന്തിപ്പാനിടയായി തീർന്നു. ആ തലമുറ ജനമെല്ലാം തന്നെ ദൈവത്തിന് മുമ്പാകെ വഷളായി ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കിയപ്പോൾ വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തന്നെ വഴി വഷളാക്കിയിരിക്കുന്നു. അങ്ങനെ എല്ലാ നിലകളിലും സകലരും ദൈവപ്രമാണത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയിക്കൊണ്ട് ദൈവകോപത്തിന് പാത്രങ്ങളായി ജീവിക്കുമ്പോൾ ഒരുവിനെക്കുറിച്ച് ദൈവം പറയുക, ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീ നീതിമാനായി കണ്ടിരിക്കുന്നു. ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നിന്നെ നീതിമാനെ കണ്ടിരിക്കുകയാണ്. പലപ്പോഴും നാം ചുറ്റുപാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുകയും അറിയുക ചെയ്യുമ്പോൾ പലപ്പോഴും നാം ഈ സമൂഹം അങ്ങനെയായി ഇങ്ങനെയായെന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം മോശക്കാരായ ചിത്രീകരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അവിടെ ഒരു ചോദ്യം നമ്മോട് അവശേഷിക്കുന്നത്, നമ്മെ ദൈവം നോക്കുമ്പോൾ നമ്മെ ദൈവത്തിന് മുമ്പാകെ എപ്രകാരം കാണുന്നു എന്നുള്ളതാണ്. ഇവിടെ നോഹയെക്കുറിച്ച് പറയും, നോഹയെ ആ തലമുറയിൽ ദൈവത്തിന് മുമ്പാകെ നീതിമാനായി കാണുവാനിട വന്നു. പ്രിയപ്പെട്ടവരെ, ചുറ്റുപാടുള്ളവർ എങ്ങനെയും ജീവിക്കട്ടെ, അവരെന്തും പ്രവർത്തിക്കട്ടെ, അതിനൊക്കെ ന്യായവിധിയുണ്ട്. അപ്പോൾ തന്നെ നമ്മെ സംബന്ധിച്ചുള്ള നാം ദൈവത്തെ ഭയപ്പെട്ടും ദൈവത്തെ അനുസരിച്ചും ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന കാര്യം വിസ്മരിക്കരുത്. രണ്ടാം വാക്യം, ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 7 ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 2 ആകാശത്തിലെ പറവുകളിൽ നിന്നും പൂവനും പിടയുമായി 7 ഭൂമിയിലൊക്കെയും സന്തതി ശേഷിച്ചിരിക്കേണ്ടതിന് നീ ചേർത്ത് കൊള്ളണം. ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്യിക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും. യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു. ഒരു ദൗത്യം നോഹയെ ദൈവമേൽപ്പിക്കുക. ആ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ് നോഹയോട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ദൗത്യ നിർവഹണത്തിനായി നോഹ തന്നെത്താൻ സമർപ്പിക്കപ്പെടുകയും ദൈവത്തെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാനിടയായി തീർന്നു. ഓരോ തലമുറയിലും ദൈവം തൻ്റെ കാര്യങ്ങൾ നിവർത്തിക്കേണ്ടതിനായിട്ട്, തൻ്റെ പ്രവൃത്തി ചെയ്ത് തീർക്കേണ്ടതിനായിട്ട് ഓരോരുത്തരെ തിരഞ്ഞെടുക്കാറുണ്ട്. അവരെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കാറുണ്ട്. ഒരുപക്ഷെ അവരുടെ കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ മിത്രങ്ങൾക്കോ മനസ്സിലാക്കാത്ത നിലയിൽ ദൈവം അവനെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവൻ അതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവനെ നിന്ദിക്കുവാനും പരിഹസിക്കാനും അവഗണിക്കാനും ഒറ്റപ്പെടുത്തുവാനൊക്കെ ഒരുപാട് പേരുണ്ടെന്ന് വന്നേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവകൽപ്പന അനുസരിച്ചുകൊണ്ട് ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി ആരാണോ ഉത്സാഹിക്കുന്നത്, ആ ദൗത്യം ആരാണ് നിറപടിയായി നിവർത്തിക്കുന്നത്, അവനാണ് ദൈവസേനയിൽ അനുഗ്രഹം പ്രാപിക്കുന്ന വ്യക്തി. അതുകൊണ്ട് നിന്റെ പക്കൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യ നിർവഹണത്തിനായി, നിനക്ക് ലഭിച്ച ദർശനത്തിനായി നീ മുന്നോട്ട് പോവുക. പ്രതിബന്ധങ്ങൾ ഏറെ കണ്ടേക്കാം, തടസ്സങ്ങളുണ്ടെന്ന് വന്നേക്കാം, എതിർപ്പുകളുണ്ടായേക്കാം, അവഗണനയും ഒറ്റപ്പെടുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടെന്ന് വന്നേക്കാം, നിന്ദിക്കപ്പെടുകയോ പരിഹസിക്കപ്പെടുകയോ ചെയ്തേക്കാം. പക്ഷേ ദൈവം നിന്റെ പക്കൽ ഏൽപ്പിച്ചതായ
ആ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കേണ്ടതിന് നിന്നെ സമർപ്പിച്ച് മുന്നേറുവാൻ കർത്താവൻ സഹായിക്കുമാറാകട്ടെ. ഭൂമിയിൽ ജലപ്രളയമുണ്ടായപ്പോൾ നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. നോഹയുടെ പുത്രന്മാരും അവൻ്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയ നിമിത്തം പെട്ടകത്തിൽ കടന്നു. ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും പറവുകളിൽ നിന്നും ഭൂമിയിലുള്ള യജാതിയിൽ നിന്നും ഒക്കെയും ദൈവം നോഹയോട് ഏൽപ്പിച്ച പ്രകാരം ഇരുണ്ട് ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു. 7 ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി. നോഹയുടെ ആയുസിൻ്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു. ആകാശത്തെ കിളിവാതിലുകളും തുറന്നു. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. അന്ന് തന്നെ നോഹയും നോഹയുടെ പുത്രന്മാരും ഷേമും ഹാമും യാഫേത്തും നോഹയുടെ ഭാര്യയും അവൻ്റെ പുത്രന്മാരുടെ 3 ഭാര്യമാരും പെട്ടതിൽ കടന്നു. അവരും അതതുതരം കാട്ടുമൃഗങ്ങളെയും അതതുതരം കന്നുകാലികളെയും നിലത്ത് എഴുതുന്ന അതതുതരം വിജാതിയും അതതുതരം പറവുകളും അതതുതരം പക്ഷികളും തന്നെ. ജീവശ്വാസമുള്ള സർവ്വജലത്തിൽ നിന്നും ഇരുണ്ട് നോഹയുടെ അടുക്കൽ വന്ന് പെട്ടതിൽ കിടന്നു. ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നവ സർവ്വജലത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു. യഹോവ വാതിൽ അടച്ചു. ഭൂമിയിൽ 40 ദിവസം ജലപ്രളയമുണ്ടായി. വെള്ളം വർദ്ധിച്ചു, പെട്ടകം പൊങ്ങി നിലത്ത് നിന്ന് ഉയർന്നു. വെള്ളം പൊങ്ങി ഭൂമിയിൽ ഏറ്റവും പെരുകി. പെട്ടകം വെള്ളത്തിൽ ഒഴുകി തുടങ്ങി. വെള്ളം ഭൂമിയിൽ അത്യധികം പൊങ്ങി. ആകാശം കീഴെങ്ങുമുള്ള ഉയർന്ന പർവ്വതങ്ങളും കേയും മൂടിപ്പോയി. പർവ്വതങ്ങൾ മൂടുവാൻ തക്കവണ്ണം വെള്ളം 15 മുഴം അവയ്ക്ക് മീതെ പൊങ്ങി. പറവകളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും നിലത്തെഴുന്ന എല്ലാ ഇഴജാതിയുമായി ഭൂചരജടമൊക്കെയും സകല മനുഷ്യരും ചത്തുപോയി. കരയിലുള്ള സകലത്തിനും മുക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ചത്തു. ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവുകളുമായി ഭൂമിയിലുണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി. അപ്പോൾ ഭൂമിയിൽ നശിച്ചുപോയി. നോഹയും അവനോടുകൂടെ പെട്ടതിലുണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു. വെള്ളം ഭൂമിയിൽ 150 ദിവസം മുങ്ങിക്കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ കോപത്തിന് ആ തലമുറ ജനം പാത്രങ്ങളായി മാറിയപ്പോൾ ദൈവത്തെ അനുസരിക്കുന്നതായ ഒരു കൂട്ടം ആളുകളെ, ന്യൂനപക്ഷത്തെ ദൈവം സംരക്ഷിക്കുകയും ബഹുഭൂരിപക്ഷം പേർ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കാതെ പോയതിനാൽ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ അകപ്പെടുകയും ചെയ്തു. ഇവിടെ ന്യായമായ ചോദ്യമുണ്ട്. ദൈവം കരുണയുള്ള ദൈവമല്ലേ? ദൈവം ക്ഷമയുള്ള ദൈവമല്ലേ? എന്നിട്ട് എന്തേ ഈ ബഹുഭൂരിപക്ഷം പേരെയും നശിപ്പിച്ചു കളഞ്ഞു? ദൈവം അവർക്ക് മാനസാന്തരപ്പെടാൻ ഒരു അവസരം കൊടുത്തിരുന്നു. നോഹ ഈ കാര്യമെല്ലാം പറഞ്ഞിരുന്നു. അവരാരും കേട്ടില്ല. ഈ തലമുറയിലും സുവിശേഷം, ദൈവത്തിൻ്റെ വചനം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ഭാഷകളിലും പല മാധ്യമങ്ങളിലൂടെ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ പാപിയാണ്, പാപത്തിന് ശിക്ഷയുണ്ട്. ശിക്ഷയിൽ നിന്ന് മനുഷ്യൻ സ്വയമായി രക്ഷപ്പെടാൻ സാധ്യമല്ല. മനുഷ്യൻ രക്ഷിപ്പാൻ കർത്താവായ യേശു ക്രൂശിൽ മരിച്ചു. ആ ക്രൂശുമരത്തിൽ വിശ്വസിച്ച് പാപങ്ങളേറ്റ് കുറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് പാപക്ഷമ ലഭിക്കും. നിത്യജീവന് അവകാശം തീരും. അവന് ആത്മരക്ഷ പ്രാപിക്കാം. അവനെ വിശ്വസിക്കാതെ പോയാൽ ശിക്ഷാവിധിക്ക് അകപ്പെടും. ജീവസുതിയിൽ പേരെഴുതി കാണുന്നില്ലെങ്കിൽ അവൻ്റെ തീപ്പിൽ അവനെ തള്ളിയിടും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലോകത്തിൽ എല്ലാ ഭാഷയിലും തന്നെ എന്ന് പറയാം ലഭിക്കുന്ന മാധ്യമങ്ങളെല്ലാം ഉപയോഗിച്ച് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർ കേൾക്കുന്നു, വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു, അനുസരിക്കുന്നു. എന്നാൽ കുറേ പേരെങ്കിലും കേട്ടിട്ടും അനുസരിക്കാതെ പോകുന്നുണ്ട്. ഓർക്കുക, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിട്ടുണ്ട്. ഓരോരുത്തൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും അവൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. നാം വചനങ്ങളെ അനുസരിക്കാതെ, നമ്മുടെ പ്രമാണങ്ങളെ അനുസരിക്കാതെ നാം മുന്നോട്ട് പോയാൽ നിശ്ചയമായി നാം കണക്ക് പറയേണ്ടി വരും, വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം മറന്നു പോകരുത്. നോഹയുടെ കാലഘട്ടം അത് പഠിപ്പിക്കുക നമ്മെ. എല്ലാവരെയും നശിക്കുവാൻ കാരണമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഈ സത്യം വിളിച്ചറിയിക്കുമ്പോഴും നിങ്ങളെ ദൈവത്തെ കേൾപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ടും ദൈവത്തെ അനുസരിച്ചും ജീവിച്ച് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച സർവോപരി യേശുക്രിസ്തുള്ള വിശ്വാസാൽ ആത്മരക്ഷയും കരസ്ഥമാക്കണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കേട്ടെടുക്കാം.
തിരസ്കരിക്കാം, അത് അവരവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഓർക്കുക, ജീവിതത്തിൽ അവസാനം മരണമല്ല, മരണത്തിനപ്പുറമായി ന്യായവിധിയുണ്ട്, ശിക്ഷാവിധിയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ദൈവത്തെ ഭയപ്പെട്ട് അനുസരിച്ചും ജീവിക്കുവാനുള്ള ഒരു തീരുമാനത്തിൽ വരുവാനായി എൻ്റെ പ്രിയ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും കഴിയിട്ട് അതിനെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. 8-ാം അധ്യായം തുടങ്ങുമ്പോൾ ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിൽ ഉള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയിൽ മേലൊരു കാറ്റ് അടിപ്പിച്ചു, വെള്ളം നിലച്ചു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഈ പെട്ടകം ഈ ജലപ്പരപ്പിൽ ഓളങ്ങൾക്ക് അനുസൃതമായിട്ട് ആടി ഉലഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. എവിടെയെങ്കിലും ഉറയ്ക്കുവാനായിട്ട് അനുകൂലമായൊരു സാഹചര്യവുമില്ല. ഒരുപക്ഷെ അവർ സേഫാണ്, അവർക്ക് ആഹാരത്തിനുള്ള വകയിൽ അതിനകത്ത് തന്നെ ഉണ്ട്. അതേസമയം തന്നെ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കുവാനുള്ളതായ ഒരു സാഹചര്യമില്ലാതിരിക്കുന്നു. ഓളപ്പരപ്പിൽ തെന്നി നീങ്ങുന്ന ആ പെട്ടകത്തെയും ആ പെട്ടകത്തിലുള്ള സകലത്തിനെയും ഓർക്കുന്നൊരു ദൈവമുണ്ടായിരുന്നു. ആ ദൈവം അവരെ ഓർത്തു. ദൈവം ഭൂമിയിൽ കാറ്റ് അടിപ്പിച്ചു, വെള്ളം നിലച്ചു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ആ ഭാഗത്തുനിന്ന് ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ജീവിതാനുഭവങ്ങൾ അലയാഴിയിൽ തുഴയില്ലാതെ ഓളങ്ങൾക്ക് അനുസൃതമായി ചഞ്ചാടുന്നത് ചെറുപടകിന് തുല്യമാണെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ നിന്നെ ഓർക്കുകയും നിനക്ക് വേണ്ടി കരുതുകയും ചെയ്ത ദൈവമുണ്ട്. ആ ദൈവം ജലപ്പരപ്പിലെ ഓളങ്ങൾക്ക് ഇതിനെ വിട്ടുകൊടുക്കാതെ ഇതിനെ സ്ഥിരമായി ഉറപ്പിച്ചെടുത്തുവാനുള്ള പദ്ധതികളെ തന്നെ ഒരുക്കും. അതിന് വേണ്ടതായ കാറ്റിനെ അവൻ അടിപ്പിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, നമ്മെ കരുതുന്ന ദൈവമുണ്ട്. കൊടുങ്കാറ്റിൽ ആഞ്ഞടിക്കാം, തിരമാലകൾ ആഞ്ഞടിക്കാം, പ്രശ്നങ്ങളും പ്രതികൂലം എല്ലാം ഉണ്ടാകാം, കഷ്ടവും നഷ്ടവും ഉണ്ടാകാം. അതിൻ്റെ നടുവിൽ നമ്മെ ഓർക്കുന്ന ദൈവമുണ്ട്. ബന്ധുക്കൾ ചിലപ്പോൾ മറന്നു പോയേക്കും, മിത്രങ്ങൾ മറന്നു പോകാം, സഹപ്രവർത്തകരും മറന്നു പോകാം, മേലധികാരികൾ മറന്നു പോകാം. പക്ഷെ നമ്മൾ മറക്കാത്തൊരു ദൈവമുണ്ട്. നാം അവനെ ആശ്രയിക്കുന്നെങ്കിൽ ഏതൊരു സാഹചര്യത്തിൽ നമ്മെ ഓർക്കുകയും നമുക്ക് വേണ്ടി ഇറങ്ങുന്ന പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവമുണ്ട്. ആ ദൈവം നിന്നെയും സഹായിക്കും. ഇന്നത്തെ അലച്ചിലുകളെല്ലാം മാറി നാളുകളിൽ ഇന്ന് സമാധാനത്തിലും സന്തോഷത്തിലും ഉറപ്പിച്ചിരുത്തുന്ന ദിനങ്ങൾ അതിവിദൂരമല്ല എന്ന് പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിന് ഓർമ്മിപ്പിക്കുകയാണ്. നാളുകളായി അലയാഴിയിൽ തുഴയില്ലാതെ ഉലയുന്ന ഒരു ചെറുപാട് പോലെ നീ ആയിരിക്കുന്നെങ്കിൽ ഇതെവിടെ ചെന്ന് അവസാനിക്കും, ഇങ്ങനെ പോയാൽ ഇതിൻ്റെ അന്തം എന്താകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധമാകുന്നതുകൊണ്ട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ദൈവത്തിൽ ആശ്രയിക്കുക, നിശ്ചയമായി ദൈവത്തിൽ ഒരു വിടുതലുണ്ടാവാനിടയായിത്തീരും. അതേസമയം തന്നെ ബഹുഭൂരിപക്ഷം പേരും ആ പ്രളയത്താൽ നശിക്കുവാനിടയായിത്തീർന്നു. എൻ്റെ ചിന്ത പറയാം. ഈ പ്രളയം തുടങ്ങിയ സമയത്ത്, വെള്ളം പൊങ്ങുവാൻ തുടങ്ങിയ സമയത്ത് നീന്തി വരാവുന്നവരൊക്കെ ഒരു വർഷം വേണമെങ്കിൽ പെട്ടതിനടുത്ത് വന്ന് നീന്തിയിട്ടുണ്ടായിരിക്കും. പെട്ടതിൻ്റെ അടുക്കിലേക്ക് നീന്തി എത്തിയിട്ട് അതിലെ പലയിലൊക്കെ തട്ടിയിട്ടുണ്ടാകാം. ദൈവമാണ് പെട്ടതിൻ്റെ വാതിലടച്ചത്, അതുകൊണ്ട് നോഹയ്ക്ക് തുറക്കാൻ കഴിയില്ല. എങ്കിൽ തന്നെയും ന്യായവിധിയുടെ പ്രളയത്തിൽ
കിടക്കുന്നവരും ദൈവം ഒരുക്കിയ രക്ഷയ്ക്കുള്ളിൽ ഭദ്രമായിരിക്കുന്നവരും തമ്മിൽ ഒരു പലകയുടെ കനത്തിന് വ്യത്യാസമുള്ളൂ. ഇതൊരു വ്യത്യാസം കണ്ടോ? ദൈവത്തിൻ്റെ ന്യായവിധിയുടെ പ്രളയം നടക്കുക. അതിലുള്ളുന്ന ഒരുപാട് പേരുണ്ട്. ആ പെട്ടകത്തിനകത്ത് മനുഷ്യജീവികളായ 8 പേരും കുറേ ജീവജാലങ്ങളുണ്ട്. അപ്പോൾ രക്ഷയുടെ പെട്ടകത്തിനകത്ത. അതേസമയം ഈ 2 വിഭാഗത്തെയും തമ്മിൽ അകറ്റുന്നതായ ഒരു ചുമര് ഈ പലകയാണ്, ഈ പെട്ടകത്തിൻ്റെ പലകയാണ്. ആ ഒരു പലകയുടെ കനത്തിൻ്റെ അത്രയും ദൂരം മാത്രമേ ഉള്ളൂ ന്യായവിധിയുടെ പ്രളയത്തിൽ കിടക്കുന്നവരും രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നവരും തമ്മിൽ. എന്ന് പറഞ്ഞാൽ ആ ഒരു പലക കഷ്ണം അതിനെ കനത്തിൽ അകലെയും ആയിരുന്നിട്ട് പോലും ന്യായവിധിയിൽ ആയിരങ്ങൾ അകപ്പെടുവാനിടയായിത്തീർന്നു. ചിലർ പറയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ടൊക്കെ പറയുമ്പോഴും കർത്താവ് ഒരുത്തിനോട് പറഞ്ഞില്ലേ, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകന്നവനല്ല. പക്ഷെ എന്തുമാത്രം അകലിച്ചുകൊണ്ട് നീയും ദൈവം തമ്മിൽ ആ പെട്ടകത്തിൻ്റെ പലകയുടെ കനത്തിന് ഉള്ള വ്യത്യാസത്തിൽ ഒരു കൂട്ടർ ന്യായവിധിക്ക് ശിക്ഷാവിധിക്ക് അകപ്പെട്ടപ്പോൾ മറ്റൊരു കൂട്ടർ രക്ഷ പ്രാപിച്ചു. ഞാൻ പറയാം, അത്ര അകന്നവനല്ല എന്ന് പറഞ്ഞാൽ പോലും ചേർന്ന് വരുന്നില്ല എങ്കിൽ ഒരു പല കർഷകരുടെ അകലമേ ഉള്ളൂ എന്ന് പറഞ്ഞാലും ഞാൻ അതിന് അകപ്പെട്ടു പോകും. അതുകൊണ്ടായിരിക്കുന്ന നാളുകളിൽ ജീവിക്കുന്ന ആളുകളിൽ ദൈവത്തെ ഭയപ്പെട്ടും അനുസരിച്ചും ജീവിക്കുവാൻ തീരുമാനമെടുക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഇത് അവഗണിച്ച് പോകരുത്. നിങ്ങളുടെ ആത്മീയ വളർച്ചയെ നിങ്ങൾ സന്തോഷിച്ച് മുന്നോട്ട് പോകരുത്, എന്തെങ്കിലുമൊക്കെയാണ് ചിന്തിച്ച് പോകരുത്. കാരണം അതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുവാൻ ഇടവരാതെ വണ്ണം ദൈവത്തോട് ചേർന്ന് നിൽപ്പാനായിട്ട് അവനെ ഭയപ്പെട്ടും അനുസരിച്ച് ജീവിപ്പാനായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആയുടെ ഉറവുകളും ആകാശത്തെ കിളിവാതിലും അടഞ്ഞു. ആകാശത്തു നിന്നുള്ള മഴയിൽ നിന്നു. വെള്ളം ഇടപെടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. 7-ാം മാസം 17-ാം തീയതി പെട്ടകം ഹരരാത്ത പർവ്വതത്തിൽ ഉറച്ചു. ഓളപ്പരപ്പിൽ തെന്നി നീങ്ങി നടന്നതിനെ ആ ദൈവം ഒരു പർവ്വതത്തിൽ ഉറപ്പിനിടയായിത്തീർന്നു. നാളുകളായി അലയുന്ന, ആളുകളെ കഷ്ടപ്പെടുന്ന, ദുഃഖമനുഭവിക്കുന്ന നിന്നോട് ദൈവാത്മാ പറയുന്നത്, കുഞ്ഞ് താമസവിന നിന്നെ കർത്താവ് ഒരിടത്ത് ഉറപ്പിക്കുവാനിടയായിത്തീരും. അലച്ചിലുകൾക്കൊരു മാറ്റം വരുത്തിക്കൊണ്ട്, വേദനകൾക്കൊരു പരിഹാരം നൽകിക്കൊണ്ട്, ഒരു വിടുതൽ നൽകിക്കൊണ്ട്, ആശ്വാസവും സമാധാനവും സന്തോഷം നൽകിക്കൊണ്ട് തന്നെ ഉറപ്പിക്കുന്ന ദൈവമുണ്ട്. നാളുകൾ കഴിയുമ്പോൾ ഇതിൻ്റെ ജീവിതത്തിൽ അവസരങ്ങൾക്ക് മാറ്റം വരുത്തുന്ന ദൈവാത്മാവ് ഈ സന്ദേശത്തിലൂടെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. 10-ാം മാസം വരെ വെള്ളം ഇടപെടാതെ കുറഞ്ഞു. 10-ാം മാസം 1-ാം തീയതി പർവ്വതശിഖരങ്ങൾ കാണായി. 40 ദിവസം കഴിഞ്ഞ ശേഷം നോഹദാൻ പെട്ടകത്തിന് ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു. അവനൊരു മലങ്കാക്കയെ പുറത്തു വിട്ടു. അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം പോയതുവരെ പോയും വന്നും കൊണ്ടിരുന്നു. ഭൂമിയിൽ വെള്ളം കുറഞ്ഞു പോയെന്ന് അറിയണതിന് അവനൊരു പ്രാവിനെയും തൻ്റെ അടുക്കൽ നിന്ന് പുറത്തു വിട്ടു. ആ സർവ്വഭൂമിയിലും വെള്ളം കിടക്കുകൊണ്ട് പ്രാവ് കാൽ വെപ്പാൻ സ്ഥലം കാണാതെ അവൻ്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു തൻ്റെ അടുക്കൽ പെട്ടകത്തിലാക്കി. 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ആ പ്രാവിനെ പെട്ടകത്തിൽ പുറത്തു വിട്ടു. പ്രാവ് വൈകുന്നേരത്ത് അവൻ്റെ അടുക്കൽ വന്നു. അതിൻ്റെ വായിൽ ഒരു പച്ച ഒലിവില. അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞെന്ന് നോഹ അറിഞ്ഞു. പിന്നെയും 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ ആ പ്രാവിനെ പുറത്തു വിട്ടു. അത് പിന്നെ അവൻ്റെ അടുക്കൽ മടങ്ങി വന്നില്ല. 601-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി ഭൂമിയിലെ വെള്ളം വറ്റിപ്പോയിരുന്നു. നോഹ പെട്ടകത്തിൻ്റെ മേൽത്തൊട്ട് നീക്കി ഭൂതലം ഉണങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു. 2-ാം മാസം 27-ാം തീയതി ഭൂമി ഉണങ്ങിയിരുന്നു. ദൈവം നോഹയുടെ അരുളി ചെയ്തത്, നീയും നിൻ്റെ ഭാര്യമാരും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടതിൽ നിന്ന് പുറത്തിറങ്ങുവീൻ. പറവുകളും മൃഗങ്ങളും നിലത്തെഴുന്ന ഇടജാതിയുമായ സർവ്വജടത്തിൽ നിന്നും നിന്നോടുകൂടെ ഇരിക്കുന്ന സകല ജീവികളെയും പുറത്തു കൊണ്ടുവരിക. ഭൂമിയിൽ അനവധിയായി വർദ്ധിക്കുകയും പെറ്റുവരികയും ചെയ്യട്ടെ. നോഹയും അവൻ്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി. സകല മൃഗങ്ങളും ഇഴജാതികളൊക്കെയും എല്ലാ പറവുകളും ഭൂചരങ്ങളൊക്കെയും ജാതിയായി പെട്ടതിൽ നിന്നിറങ്ങി. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും
ശുദ്ധിയുള്ള എല്ലാ പറവുകളിലും ചിലതെടുത്ത് യാഗപീഠത്തിൽ ഹോമയാഗം അർപ്പിച്ചു. യഹോവ സൗരഭ്യവാസനം മണത്തപ്പോൾ യോധന ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷം മുതലാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പോലും നിന്നു പോകുകയുമില്ല. കണ്ടോ, മനുഷ്യനെ ശിക്ഷിക്കുമ്പോഴും അതിൽ സന്തോഷിക്കാതെ അനുദപിക്കുന്ന ജീവിതത്തെ കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യൻ നാശം കാണാൻ നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ ആരും നശിപ്പിന് താല്പര്യപ്പെടുന്നത്. എന്നാൽ ദൈവത്തിനും അനുസരിക്കാതെ പോകുമ്പോൾ, ദൈവത്തെ ഭയപ്പെടാതെ പോകുമ്പോൾ, ദൈവിക വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവർ ദൈവകോപത്തിന് പാത്രങ്ങളായി തീരുകയും ശിക്ഷാവധിക്ക് അർഹരെ തീരുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മെ നിന്ന് പരിശോധിക്കേണ്ടത് നമ്മൾ എപ്രകാരമാണ് ദൈവത്തിനായിരിക്കുന്നത് എന്നുള്ളതാണ്. ദൈവകോപത്തിന് പാത്രങ്ങളായി തീരുന്ന രീതിയിൽ ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കുന്നൊരു കൂട്ടരാണോ നമ്മൾ? അധികം നാം ദൈവം കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് പരിശോധിച്ച് കുറവുകളെ മനസ്സിലാക്കി അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ടും അനുസരിച്ചും ജീവിക്കുവാൻ തീരുമാനമെടുക്കുന്നവരാണ്. കഴിഞ്ഞ കാലത്ത് തീരുമാനമെടുത്തവർ ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നു ശാന്തമായി ചിന്തിക്കുക. ഏതെങ്കിലും നിലകളിലൊക്കെ കുറവുകളൊക്കെ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്നെങ്കിൽ അതെല്ലാം കണ്ടുപിടിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു പുതിയ തീരുമാനത്തോടും ഒരു പുതിയ സമർപ്പണം ദൈവത്തെ ചെയ്യുവാനായി കർത്താവ് സഹായിക്കുമ്പോഴാകട്ടെ. നമ്മെ സമർപ്പിച്ച ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കും, കർത്താവേ നീ ഞങ്ങൾക്ക് കൃപ തരണം, നിന്നെ സേവിച്ചും നിന്നെ ഭയപ്പെട്ടും ജീവിപ്പാം. ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്ന തലമുറയിൽ ദൈവത്തെ ഭയമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം. ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. ദൈവത്തെ അറിഞ്ഞിട്ടും അനുസരിക്കാതെ പോകുന്നവരുണ്ടായിരിക്കാം. നമ്മൾ അവരെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക. നോഹയെപ്പോലെ ബഹുഭൂരിപക്ഷം പേരും ദൈവത്തെ അനുസരിക്കാതെ പോയപ്പോൾ നോഹ ദൈവം പറഞ്ഞ് അനുസരിച്ച് അനുഗ്രഹം പ്രാപിച്ച് അവൻ മുഖാന്തരം പലരും വിടുതൽ പ്രാപിച്ചെങ്കിൽ നമ്മളുടെ അനുസരണത്തിലൂടെ അനേകരെ രക്ഷപ്പെടായി പോകാനായിട്ട് നമ്മൾ സമർപ്പിക്കാം. നമുക്ക് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ സംസാരിപ്പാൻ ഇടയായി തീർന്നല്ലോ. തുടർന്ന് ദൈവം സംസാരിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. യുവജനം പഠിക്കുന്ന എല്ലാവരും സ്ഥലം പരിമേൽപ്പിക്കുകയാണ്. അവിടുന്ന് ഈ തലമുറയിൽ നിന്റെ മുമ്പാകെ നീതിമാന്മാരായ ജീവിപ്പാൻ നിങ്ങൾക്ക് കൃപ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദാവീദ് ശിക്ഷാവധിയിലാക്കപ്പെടുന്ന ആയിരങ്ങൾ ഞങ്ങളെ ചുറ്റുപാടിൽ ഉണ്ടായിരിക്കുക. എന്നാൽ തന്നെയും ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിപ്പാൻ, ദൈവത്തെ അനുസരിച്ച് ജീവിപ്പാൻ കൃപ ഇവർക്ക് നൽകപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പഠിതാക്കളെ നീ അനുഗ്രഹിക്കുമാറാകണമേ. അതിനെ പഠിക്കുന്നവരെയും സകല മുഖാന്തരങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിൽ ജീവൻ കൃപ നൽകിയാട്ടെ. പ്രാർത്ഥന കേട്ടാൽ സ്തോത്രം യേശുവിന്റെ നാമം തന്നെ, ആമേൻ. ക്ഷമയോടെ ഇംഗ്ലീഷ് സന്ദേശം ശ്രമിച്ചതിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ വിസ്താരമ ചെറുടി നമ്മെ സൂക്ഷിക്കാനായിട്ടും പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും പ്രോത്സാഹനം നന്ദി പറയുന്നു. തുടർന്നും സന്ദേശങ്ങൾ പങ്കുവയ്ക്കണം, ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കണം. യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട് ഓർമ്മിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ അറിയുന്ന നല്ലതാണ്. എനിക്കിത് കമൻറ്റ് കിട്ടുന്ന നല്ല കാര്യമാണ്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണല്ലോ. നിങ്ങൾക്ക് ഏതെങ്കിലും നിലകൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ അത് ഞങ്ങളെന്ന് ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ അതിലൊരു മെസ്സേജ് ഇടുകയോ ചെയ്യുന്നത് ഞങ്ങൾക്കൊരു സന്തോഷമാണ്. തുടർന്ന് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.